ഇന്ന് സൂര്യഗ്രഹണമാണെന്ന മട്ടിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് ജ്യോതിഷ പണ്ഡിതർ. സൂര്യഗ്രഹണം കാരണം ശബരിമലയിൽ നട അടച്ചിടുമെന്ന പ്രചാരണം വ്യാജമാണെന്നും ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ PS മഹേന്ദ്രകുമാർ മുന്നറിയിപ്പ് നൽകി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുന്നറിയിപ്പ്. വ്യാജ പ്രചാരണത്തിനെതിരെ ദേവസ്വം ബോർഡ് സൈബർ സെല്ലിനും പരാതി നൽകി. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, വ്യാജ പ്രചാരണത്തിനെതിരെയാണ് ഇപ്പോൾ നിയമ നടപടിക്കൊരുങ്ങുന്നത്. സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ കൂടി. ഒരു വീഡിയോയിലാണ് ഇക്കാര്യം പറയുന്നത്. അതായത് ഇന്ന് സൂര്യഗ്രഹണമാണ്. 8 മണി മുതൽ 11 മണി വരെ ശബരിമല നട അടച്ചിരിക്കും. അതുകൊണ്ട് ഇത് ഭക്തരിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നത്. ഇത് കൂടുതലും സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ ഭക്തജനങ്ങൾ ഇത് കാരണം ഓൺലൈൻ ബുക്ക് ചെയ്തവർ ആശങ്കപ്പെടുന്നു. അത്തരത്തിൽ ഭക്തർക്ക് ഇടയിൽ ഒരു ആശങ്ക പടർത്തുവാനായി ഈ വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെ കൃത്യമായും ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ മഹേന്ദ്രകുമാർ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് കൃത്യമായും ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നത് ഗ്രഹണം സംഭവിക്കുക എന്ന് പറയുന്നത് വാവ് ദിവസങ്ങളിലാണ്. ഈ കാലഘട്ടങ്ങളിൽ, അതായത് ഈ കാലയളവിലൊന്നും തന്നെ അത്തരത്തിലൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. സൂര്യനും ചന്ദ്രനും നേർക്കുനേർ വരുമ്പോൾ അത് ആ സമയത്ത് സൂര്യൻ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ മറയപ്പെടുന്നതാണ്. അതായത് ഭൂമിയിൽ നിന്നും മറയപ്പെടുന്നതാണ് ഈ സൂര്യഗ്രഹണം സംഭവിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയൊരു സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിനിടയിലില്ല. അത് സംഭവിച്ചിട്ടുള്ളത് 2019 എന്നുള്ള കാര്യം. അതായത് 5 വർഷം മുൻപ് ഈ ഡിസംബർ 26 തീയതിയാണ് ഇത്തരത്തിലൊരു ഗ്രഹണം സംഭവിക്കുന്നത്. അന്ന് 8 മണി മുതൽ 11 മണി വരെ ആയിരുന്നു. എന്നാൽ അങ്ങനെ ആ ദിവസത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ ആണോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഇതിൽ കൃത്യമായും വർഷം പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ വീഡിയോയിൽ തന്നെ ഡിസംബർ 26 എന്നുള്ള ഒരു ദിവസത്തെക്കുറിച്ച് പറയുമ്പോഴും അവിടെ വർഷം പറയുന്നില്ല. അത് ഈ കാലഘട്ടത്തിൽ ഇന്ന് ശബരിമല മണ്ഡല പൂജ നടക്കുകയാണ്. ഇതേ ദിവസം നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ അവരിലേക്ക് ഒരു ആശങ്ക പടർത്തുക എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതാകാം എന്നുള്ള ഒരു സംശയം തന്നെയാണ്. ഇതിൽ ദേവസ്വം ബോർഡ് മറ്റ് നടപടികൾക്ക് ഒരുങ്ങുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ ഒരു വീഡിയോ വ്യാജമാണ്, അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം വ്യാജമാണ് എന്നുള്ള കാര്യം അത് ഭക്തജനങ്ങളിൽ കൃത്യമായും ബോധിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് അധികൃതരും പറയുന്നത്. എന്തായാലും ഇത്തരമൊരു വീഡിയോ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാകുമെന്നുള്ള സംശയം തന്നെയാണ്. അത്തരത്തിൽ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത്. അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോളോവേഴ്സ് കൂടാനുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായി എന്ന് തന്നെയായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാട് കടുത്ത ശിക്ഷ അർഹിക്കുന്ന, അല്ലെങ്കിൽ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഇടപെടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിന് പരാതി നൽകും, കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് പറയുന്നതിനൊപ്പം ഈ വാർത്തകളൊക്കെയും വ്യാജം എന്ന് തന്നെയാണ് ജ്യോതിഷ പണ്ഡിതരും സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യമില്ല, അടച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷമില്ല എന്ന് തന്നെയാണ് ഈ ജ്യോതിശാസ്ത്ര പ്രകാരം തന്നെ ഈ പണ്ഡിതർ സാക്ഷ്യപ്പെടുത്തുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഈ ജ്യോതിഷ പണ്ഡിതന്മാരും കൃത്യമായും ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഗ്രഹണം സംഭവിക്കാൻ സാധ്യതയില്ല, അങ്ങനെ നടയടച്ചിടുന്ന സ്ഥിതിവിശേഷമില്ല എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഭക്തരിലേക്ക് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ ശബരിമലയിലേക്ക് ഭക്തരെത്തുന്നതിൽ അവർക്കിടയിൽ ആശങ്ക പടർത്താമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ശബരിമലയിൽ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഈ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കും, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ശബരിമല സംബന്ധിച്ച് അറിയിപ്പുണ്ടാകും. പക്ഷേ ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഫോളോവേഴ്സ് കൂടാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുവാനോ വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിൽ വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. കാരണം ഇങ്ങനെ ഒരു ഭക്തിപൂർവമായ ദിവസം, ഈ മണ്ഡലപൂജ നടക്കുന്ന ദിവസം ഡിസംബർ 26, ആ ദിവസം ശബരിമല നട
8 മണി മുതൽ 11 മണി വരെ അടച്ചിടുന്നുവെന്ന് ഉള്ള ഒരു പ്രചരണം നടത്തുമ്പോൾ അതിൽ ഭക്തരൊക്കെ തന്നെ ആശങ്കപ്പെടുന്നു, അവർക്ക് ഒരു തെറ്റിദ്ധാരണ പടരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇത്തരത്തിൽ ജ്യോതിഷ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഏതൊക്കെ ദിവസങ്ങളാണുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഈ സൂര്യഗ്രഹണം സംഭവിക്കുക എന്നതിനെ കുറിച്ച് വിശദമായി തന്നെ ആ കുറിപ്പുകളിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ നേരത്തെ സംഭവിച്ചിട്ടുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇനി അത്തരത്തിൽ ഒരു പ്രചരണം അത് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ ആണോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിനെതിരെ കർശനമായുള്ള നടപടിയിലേക്ക്, അത്തരത്തിലൊരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജ്യോതിഷ പണ്ഡിതന്മാരും ഈ വീഡിയോ ഇനി പ്രചരിപ്പിക്കരുത്, അത് തെറ്റിദ്ധാരണ പടർത്തുന്നതാണെന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് ചില ഭക്തജനങ്ങളിലേക്കെങ്കിലും ഈ വീഡിയോ നിരവധി ഭക്തജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ പലരും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നത് കൃത്യമായും പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഈ ഒരു മണ്ഡലകാലത്ത് ഇത്തരത്തിൽ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണത്തിലൂടെ അവരെ ഇങ്ങോട്ടേക്ക് വരാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അല്ലാതെ മറ്റൊരു തരത്തിലും ഇങ്ങനെ ഒരു നിർദ്ദേശം, അതായത് ഇന്ന് സൂര്യഗ്രഹണം സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല, ഈ കാലഘട്ടത്തിലൊന്നും അത്തരത്തിലൊരു ഗ്രഹണം സംഭവിക്കുന്നില്ല, പക്ഷേ ഈ ദിവസം എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൂര്യഗ്രഹണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നട അടച്ചിടുന്നുവെന്ന് തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് എന്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അത് കൃത്യമായും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജ്യോതിഷ പണ്ഡിതന്മാർ അവരും കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുൻപ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വർഷം കൃത്യമായും എടുത്തു പറയേണ്ടിയിരുന്നു. ആ വീഡിയോയിൽ വർഷം പറയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡ്. കൃത്യമായുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിപ്പോഴും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. ഭക്തജനങ്ങൾക്കിടയിലേക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അവർ അത് കേട്ട് ഈ ഓൺലൈൻ മനോജിലേക്ക് ഇപ്പോൾ ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ PS മഹേന്ദ്രകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മഹേന്ദ്രകുമാർ, ഇന്ന് സൂര്യഗ്രഹണം എന്ന പേരിലാണ് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത്, തെറ്റായ വീഡിയോകൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അടക്കം വ്യക്തമാക്കുന്നതും. ജ്യോതിഷ പണ്ഡിതൻ എന്ന നിലയിൽ താങ്കളുടെ നിലപാട് എന്താണ്? നമസ്തേ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ആദ്യമേ തന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. ഈ വീഡിയോയെ സംബന്ധിച്ചിടത്തോളമുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് 2019 ഗ്രഹണത്തെ പറ്റിയാണ് വീഡിയോയിൽ പരാമർശിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പോളജിയോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് കാണുകയുണ്ടായി. പക്ഷെ അതിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ വരുന്നത്. ആ യൂട്യൂബ് ചാനലിൽ ഞാൻ പേര് പറയുന്നില്ല, 2023 ഒക്ടോബർ 12-നാണ് ആ തുടങ്ങുന്നത്. അതുപോലെ തന്നെ അവരുടെ വീഡിയോകൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് 2023 ഓഗസ്റ്റിലാണ് തുടങ്ങുന്നത്. അവരുടെ ഫേസ്ബുക്ക് പേജ് 2023 നവംബറിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2019 ഗ്രഹണത്തെ പറ്റി അവർ വീഡിയോ ചെയ്തു എന്ന് പറയുന്നത് വ്യക്തിപരമായി എനിക്ക് അത്ര വിശ്വാസയോഗ്യമല്ല. യെസ്, ഡോക്ടർ മഹേന്ദ്രകുമാർ, താങ്കൾ ഫേസ്ബുക്കിലൂടെ തന്നെ നേരത്തെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണം അത് വർഷത്തിനുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ എങ്കിലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ബോധപൂർവമായ ഒരു ഇടപെടലാണ്, ബോധപൂർവമായ ഒരു നീക്കമാണ് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് വാസ്തവ വിരുദ്ധമാണ്. ഒരു ജ്യോതിഷ പണ്ഡിതൻ എന്ന രീതിയിൽ ഇതിൻ്റെ ശാസ്ത്രീയത ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്കൊന്ന് വ്യക്തമാക്കാം ഇപ്പോൾ. അതായത് പ്രത്യേകിച്ച് ഒരു ആധുനിക സൗകര്യങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും പടിപ്പുരയിലെ എന്ത് ചെയ്യുന്നു, കോലായിലോ മറ്റോ ഇരുന്ന് കവടി പലകിൽ കവടി നിരത്തി പഞ്ചാംഗവും ഉപയോഗിച്ച് കൃത്യമായി ഏത് ദിവസമാണ് ഗ്രഹണം നടക്കുക എന്നും ഏത് സമയത്താണ് അതിന്റെ സ്പർശം അത് തുടക്കമെന്നും അതിന്റെ പരമഗ്രാസം മോക്ഷം അഥവാ പീക്ക് പോയിന്റും അതുപോലെ തന്നെ അത് ഗ്രഹണം മുക്തമാകുന്ന സമയമൊക്കെ കൃത്യം ഗണിച്ച് ഒരു നൂറ്റാണ്ട് കാലത്തേക്കുള്ളത് വരെ എഴുതി വെച്ചിട്ട് പോയ പണ്ഡിതന്മാരാണ് ഭാരതത്തിലുള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ ഓരോ വർഷവും പുറത്തിറക്കുന്ന പഞ്ചാംഗങ്ങളിൽ
അതാത് വർഷത്തെ ഗ്രഹണം ഏതൊക്കെ ദിവസങ്ങളിലാണ് സാധ്യത ഉണ്ടാവുക, അത് കേരളത്തിലേക്ക് ഇറക്കുന്ന പഞ്ചാംഗമാകുമ്പോൾ കേരളത്തിൽ അത് ദൃശ്യമാണോ, അത് കാണാൻ സാധിക്കുമോ, ദൃശ്യമാണെങ്കിൽ തന്നെയും ചില രാത്രിയിലൊക്കെയാണ് പുറം മറ്റു നാടുകളിൽ മാത്രമേ കാണാൻ പറ്റൂ, ഇവിടെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദൃശ്യമല്ല, ആചരണീയവുമല്ല എന്ന് പറഞ്ഞ് രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ കൊല്ലവർഷം 1200 ആണ്ട് ഇപ്പോൾ നടക്കുന്ന വർഷം, ഈ വർഷം ദൃശ്യമായ ഒരു സൂര്യഗ്രഹണവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിന് മുമ്പ് തന്നെ ഇറങ്ങുന്ന 2023 ഇറങ്ങുന്ന പഞ്ചാംഗത്തിലെ 2024 അവസാനം വരെ, അല്ലെങ്കിൽ 2024 ഇറങ്ങുന്ന പഞ്ചാംഗത്തിലാണെങ്കിൽ 2025 സെപ്റ്റംബർ പകുതി വരെയുള്ള കാലത്തെ ഗ്രഹണത്തെ പറ്റി രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിലൊന്നും തന്നെയും ഇത് പറഞ്ഞിട്ടില്ല. ഇത് ആധുനിക ശാസ്ത്രത്തിന്റെ, നമ്മൾ പറയുന്ന നാസ ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ സോളാർ എക്ലിപ്സ് ഒക്കെ ഗണിക്കുന്നതിന് 1 വർഷമോ 2 വർഷമോ മുമ്പ് തന്നെ നമ്മൾ ഗണിച്ചു വെക്കാറുണ്ട്. അത്രയ്ക്ക് സൂക്ഷ്മമാണ് ഭാരതീയ ജ്യോതിഷത്തിന്റെ ഗണിത സിദ്ധാന്തം, ഈ പദ്ധതി. അപ്പൊ ഇതിൽ വീഴ്ചയുണ്ട് എന്നും ഇതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായി പല കാലഘട്ടങ്ങളിലും കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയിലായിട്ട് ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിൽ ശബരിമലയിലെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ വിഷയം എന്ന് പറയുന്നത് ഇന്ന് മണ്ഡല പൂജയാണ് എന്നുള്ളതാണ്. ഈ മണ്ഡല പൂജ ദിവസം തന്നെ നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സൂര്യഗ്രഹണം ഡിസംബർ 26 എന്ന് കൊടുത്താൽ മാത്രം തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം 2019 ആ ഗ്രഹണം ഉണ്ടായതും ആ ഗ്രഹണം രാവിലെ 8 മണി മുതൽ 11 മണി വരെ ക്ഷേത്രങ്ങളിൽ നട അടച്ചു കിടക്കുമെന്ന് പറഞ്ഞതായ വാർത്ത നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ന്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു വീഡിയോ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പം ഗൂഗിൾ ചെയ്ത് കിട്ടിയ വിവരത്തെ വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയതായിരിക്കാം. 2019 ഈ വീഡിയോ ഉണ്ടാക്കിയത് എന്ന് അവർ പറഞ്ഞാലും അത് വിശ്വാസയോഗ്യമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഇപ്പം നിലവിൽ വീഡിയോ ചെയ്യുന്ന ആളുടെ രൂപവും ആ നിലവിലെ പോസ്റ്റുകളിൽ കാണുന്ന ദൃശ്യവും ഈ പറയുന്ന വീഡിയോയുടെ ദൃശ്യവും ഏകദേശം മുഖവും പ്രായവും ഒക്കെ സമാനമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോ പുറത്തേക്ക് വന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ 2023 ഉണ്ടായത്. 2023 ഉണ്ടായ പേജ് ഇപ്പൊ നമ്മൾ ആ വീഡിയോ കാണു കഴിഞ്ഞാൽ അതിൽ ഒരു വാട്ടർമാർക്കിൽ അവരുടെ പേജ് കാണാം, സബ്സ്ക്രൈബ് ബട്ടൺ വരെ കാണിക്കുന്നുണ്ട് ആ വീഡിയോക്കകത്ത്. അപ്പോൾ സ്വാഭാവികമായും ഈ പേജ് ഉണ്ടായതിനു ശേഷം എടുത്ത വീഡിയോ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പേജുകൾ വന്നിട്ട് ഇത്ര കാലമേ ആയുള്ളൂ. അപ്പൊ ഇത് അബദ്ധം പറ്റിയതാണ് എന്ന് സമ്മതിക്കാതെ പഴയ വീഡിയോ ആരോ നമ്മളെ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ കുത്തിപ്പൊക്കിയതാണ് എന്ന ശൈലിയിൽ ഒരു അപ്പോളജി വീഡിയോ ഇട്ടാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ഇത് അബദ്ധം പറ്റിയതാണെന്ന് തുറന്നു സമ്മതിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് എന്തിന് കൃത്യമായി പ്രചരിപ്പിക്കപ്പെട്ടു ഈ ദിവസം? കാരണം ഇത് എന്ത് കിട്ടിയാലും അതിൻ്റെ ശരിയോ തെറ്റോ ഒന്നും ചിന്തിക്കാതെ ഇതിനെ പടർത്തിവിടുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ പ്രത്യേകിച്ചും വാട്സപ്പൊക്കെ മുഖേന ധാരാളം ആളുകളിലേക്ക് എത്തി. ശബരിമലയ്ക്ക് യാത്ര നിശ്ചയിച്ചവർ ഇന്നത്തെ ദിവസം തന്നെ പോകണം എന്ന് നിശ്ചയിച്ചിട്ട് ഇങ്ങനെ ഒരു നിയന്ത്രണം ഉള്ളത് കൊണ്ട് ആ ശബരിമല യാത്ര റദ്ദാക്കിയ നേരിട്ട് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ഇത്തവണ അവർ ശബരിമലയ്ക്ക് പോകുന്നില്ല. അതിന്റെ കാരണം ഈ ദിവസമാണ് പോകാൻ നിശ്ചയിച്ച ആ ദിവസം അഭിഷേകങ്ങളൊന്നും അവിടെ 8 തൊട്ട് 11 മണി വരെ പൂജകളിൽ ഒന്നും ഇല്ലാതെ കിടക്കും. അങ്ങനെയൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്ക് ഒരുപക്ഷെ അവർക്ക് വീഡിയോ ഉണ്ടാക്കിയ ആൾക്ക് പറ്റിയ അബദ്ധമായിരിക്കാം. പക്ഷെ ഇത് പ്രചരിപ്പിച്ചവർക്ക് സ്വാഭാവികമായും ഒരു ബോധം ഉണ്ടാവണം എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഭക്തജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പത്തിന് ആര് സമാധാനം പറയും? അപ്പം അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ PS മഹേന്ദ്രകുമാർ ഈ ഒരു സമയം ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഏതായാലും ഈ വ്യാജ പ്രചരണത്തിനെതിരെ ദേവസ്വം ബോർഡും നടപടി സ്വീകരിക്കുകയാണ്. സൈബർ സെല്ലിനെ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മനോജ് നൽകിയത്.